ആദിത്യൻ, ഈ അക്കാഡമിയിൽ എത്ര നാളായി കോച്ചിങ് നടത്തുന്നുണ്ട്? ഹലോ, പറഞ്ഞോളൂ. ഞാനിപ്പോൾ 4 മാസമായി. ഞാൻ ഏപ്രിൽ 15-നാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയത്. 4 മാസത്തോളം ആയി ഞാനിവിടെ വന്നിട്ട്. അതെ, അപ്പോൾ ഈ സംഭവം ഉണ്ടായത്, ഈ മഴ, കനത്ത മഴയുണ്ടായത് ശനിയാഴ്ചയാണ്. വൈകിട്ടായിരുന്നു മഴ. ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷം മഴ തുടങ്ങുന്നു എന്നാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 5:30 മണിയോടെ മഴ തുടങ്ങുന്നു. 8:30 വരെ കനത്ത മഴ, 3 മണിക്കൂർ ശക്തമായ മഴ പെയ്യുന്നു തലസ്ഥാനത്ത്. അതിനുശേഷം ആണ് നമ്മൾ ഇത്തരം വാർത്തകൾ പിന്നീട് എത്രയോ വൈകിയാണ് ഇങ്ങനെയൊക്കെ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് പുറത്തറിഞ്ഞു. അന്ന് സംഭവിച്ചത് എന്താണ് എന്നത് ആദിത്യൻ ആ സമയത്ത് എവിടെയായിരുന്നു? ആ പരിസരത്തുണ്ടായിരുന്നോ? അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് ആദിത്യന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു. ശനിയാഴ്ച ഞങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡ് ബാച്ചുകളിലെ സ്റ്റുഡൻസിനും അതുകൂടാതെ മറ്റ് ബാച്ചുകളിലെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറി ഓപ്പൺ ആണ്. അപ്പം ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോകണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. വൈകുന്നേരം ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി 5 മണി 5:30 മഴ തുടങ്ങുന്നത്. 5 മണി മുതൽ ഒരു 6:30 7 മണി വരെ വളരെ ശക്തമായ രീതിയിലൊരു മഴ പെയ്യുകയായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ ഓൾഡ് രാജേന്ദ്ര നഗറിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പതിവാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ ഏതാണ്ട് ഒരു 3 ദിവസത്തോളം മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായി. ഞങ്ങൾക്ക് ക്ലാസ്സുകളില്ലായിരുന്നു. അങ്ങനെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ ലൈബ്രറിയിലേക്ക് ചെറിയ തോതിലാണ് വെള്ളം കയറിക്കൊണ്ടിരുന്നത്. ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെളി ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡ്യൂറേഷൻ ഒരു ദിവസം ആണ് എടുക്കാറ്. ഒരു ദിവസം ലൈബ്രറി അടച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം അന്നത്തെ ദിവസം മഴ കൂടുതൽ ശക്തമായി പെയ്യുകയും സാധാരണഗതിയിൽ നിന്നും കുറച്ചുകൂടെ വലിയൊരു വെള്ളക്കെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് രൂപപ്പെടുകയായിരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റ്, സാധാരണ കനത്ത മഴ പെയ്യുമ്പോഴൊക്കെ ഇത് പതിവാണ് അല്ലേ? ഇങ്ങോട്ടേക്ക് വെള്ളം ഇരച്ചു കയറുന്നു. ഈ ബേസ്മെന്റിലുള്ള ലൈബ്രറിയിലേക്ക് വെള്ളം ഇരച്ചു കയറുക എന്നുള്ളത് പതിവാണ്. അതിലൊരു പുതുമയൊന്നുമില്ല. ലൈബ്രറിയിലേക്ക് വെള്ളം അങ്ങനെ ഇരച്ചു കയറാറില്ല. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് വളരെ വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പതിവാണ്. അപ്പം ലൈബ്രറിയിൽ പാർക്കിങ്ങിലേക്ക് ചെറുതായിട്ട് വെള്ളം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ വെള്ളം ലൈബ്രറിയിലേക്ക് മുകളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള വെള്ളം വരാറുണ്ട്. പക്ഷേ അന്നുണ്ടായത് വളരെ വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റ് തകരുകയും ചെയ്തു. ഈ ഗേറ്റ് തകർന്നപ്പോഴാണ് അത്രയും നേരം അവിടെ തങ്ങി നിന്നിരുന്ന ഏതാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മതിലിൻ്റെ അത്രയും പൊക്കമുണ്ടായിരുന്ന അത്രയും വെള്ളം ഒറ്റയടിക്ക് ഒരു ഡാം, നമ്മുടെ ഒരു സുഹൃത്ത് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഒരു ഡാം തുറന്നു വിട്ട പോലെയാണ് വെള്ളം വന്നതെന്നാണ്. അപ്പം ഏതാണ്ട് അത്ര ഫോഴ്സിൽ ഏതാണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ ബേസ്മെൻറ്റ് പൂർണ്ണമായും നിറയുന്ന രീതിയിൽ ലൈബ്രറിയിൽ വെള്ളക്കെട്ട് വരികയായിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ അറിയുന്നത് ഒരു 7 മണി 7:30 സമയമാണ്. ഒരു 7:30 മുതൽ പുലർച്ചെ ഒരു 3 മണി വരെ ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തിലുണ്ടായിരുന്നു. 3 മണി സമയം ആയിട്ട് പോലും പൂർണ്ണമായും വെള്ളം 4 പമ്പ് ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഈ റൂമിൽ? അന്ന് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഏതാണ്ട് 40ഓളം കുട്ടികളായിരുന്നു അന്ന് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് വെള്ളം വരാൻ സാധാരണ 7 മണി വരെയാണ് ലൈബ്രറി പ്രവർത്തിക്കാറ്. 6:30 ആകുമ്പോഴത്തേനും ലൈബ്രറിയുടെ കസ്റ്റോഡിയൻ കുട്ടികളോട് നോട്ടിഫൈ ചെയ്യും നിങ്ങൾ ബുക്കുകളും ഗാഡ്ജറ്റ്സും എടുത്ത് വെക്കാൻ. കുട്ടികൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ പോവുകയാണ് പതിവ്. അങ്ങനെ അന്നത്തെ ദിവസം ഒരു 6:30 ആയപ്പം പതിവ് പോലെ കസ്റ്റോഡിയൻ ഇത് പറഞ്ഞ് അദ്ദേഹം മാറുകയും സെക്യൂരിറ്റി ഓഫീസേഴ്സ് വളരെ പരിഭ്രാന്തരായി ഓടി വന്ന് കുട്ടികളോട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം, വെള്ളം ഇരച്ചു വരുന്നു എന്ന് പറയുകയായിരുന്നു. അപ്പം ലൈബ്രറി വളരെ വിസ്തീർണമുള്ള വളരെ വലിയ ഒരു ഹോളാണ്. അപ്പം ഫ്രണ്ടിലിരുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചു. പക്ഷേ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ ഉള്ള അത്രയും സമയം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. അപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലാണ് അവർ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തു. അതുകൊണ്ട് കൂടി കുറേ പേരെ രക്ഷിക്കാൻ പറ്റി. അതിൽ അവസാനം ബാക്കിലായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ബാക്കിലുണ്ടായിരുന്ന 3 പേരാണ്, അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല.
അതിൽ ഉത്തർപ്രദേശ് സ്വദേശിനിയായ ശ്രേയ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രേയയ്ക്ക് അവധിയായിരുന്നു. ശ്രേയ അന്ന് പഠിക്കാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ അതിനകത്ത് അവിടെ അകപ്പെട്ടു പോവുകയായിരുന്നു. ശ്രേയം ഈ 3 മാസം ആയിട്ടേ ഉള്ളോ കോച്ചിങ് തുടങ്ങിയിട്ട്? അതെ അതെ, ശ്രേയയും ഞാനും ഒക്കെ ഒരേ ബാച്ചാണ്. ഞങ്ങൾ ഒരേ ക്ലാസ്സാണ്. ഞങ്ങൾക്കെല്ലാം ഏപ്രിൽ 14-15 ഞങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ, ഇപ്പോൾ ഇതിൽ ഈ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മഴ തുടങ്ങി, കനത്ത മഴയാണ്, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അരയ്ക്ക് മീതെ വെള്ളം പൊങ്ങി എന്നാണ്. അപ്പോൾ പരിഭ്രാന്തരാകുന്നു കുട്ടികൾ. അതിനുശേഷം അവർ മുകളിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നു, മുറി മുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നതും താങ്കൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനൊക്കെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വിദ്യാർത്ഥികൾ സ്വയം ഓടി രക്ഷപ്പെടുന്നു, മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുന്നു. പക്ഷെ അപ്പോഴും ഈ 3 വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് എന്നതൊക്കെ അറിഞ്ഞതും വളരെ വൈകിയാണോ? ഏതാണ്ട് ഒരു 8 മണി 8:30 സമയമായപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ 3 വലിയ വാനുകളും NDRFൻ്റെ 2 ബസ്സുകളും അവിടെ ഉണ്ടായിരുന്നു. ഒരു 8:30-8:45 സമയമായപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ 1-2 ഉദ്യോഗസ്ഥർ അവിടെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, 3 കുട്ടികൾ മുങ്ങി, അവരുടെ മരണവാർത്തയാണ് പുറത്തു വരുന്നത് എന്നുള്ള രീതിയിലൊരു 8:30-8:45, 8:30-ക്കും 9 മണിക്കും ഇടയ്ക്കായിട്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അതെ, ഇതിൽ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകി എന്നൊരു ആരോപണമുണ്ടോ നിങ്ങൾക്ക്? അതായത് എനിക്കൊന്ന് അവർക്കും അങ്ങോട്ടേക്ക് എത്തി ഒന്നും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വൈകി എന്നൊരു ആരോപണമുണ്ടോ? അന്നത്തെ ദിവസം അതായത് 6:40-നൊക്കെ ഈ അപകടം ഉണ്ടാകുന്നത്, മഴ അതിനു മുൻപ് തുടങ്ങി, പക്ഷേ അപകടം ഉണ്ടാകുന്നത് ഒരു 6:30 മണിക്ക് ശേഷമാണ്. അപ്പോഴും 2 മണിക്കൂർ വൈകിയ ഒരു 9 മണിയോടെയൊക്കെയാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്നവരിൽ ചില വിദ്യാർത്ഥികൾ പറഞ്ഞൊരു കാര്യം കൂടിയാണത്. ഈ ബേസ്മെൻറ്റിലുണ്ടായിരുന്ന ടോയ്ലറ്റിനകത്തു നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയായിരുന്നു, നമ്മുടെ ഡ്രെയിനേജ് പൈപ്പ് ലീക്കായിട്ട്. അപ്പം ബേസ്മെൻറ്റിലുണ്ടായിരുന്ന വെള്ളം ഏതാണ്ട് പൂർണ്ണമായും കറുത്ത നിറത്തിലായിരുന്നു ഏതാണ്ട് ആ ഒരു സമയത്ത് വരുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന അന്ന് രാത്രിയിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് NDRF സംഘത്തിന് ഡൈവ് ചെയ്യാൻ പറ്റില്ല, കാര്യം പൂർണ്ണമായും കറുത്ത നിറത്തിലുള്ള ഒരു വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് അവർക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. അപ്പം വെള്ളം കുറച്ചെങ്കിലും വറ്റിക്കാതെ അവർക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് അന്ന് രാത്രിയിൽ നമ്മളവിടെ നിന്നപ്പോൾ NDRF സംഘവും പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് പറഞ്ഞിരുന്നത്. അതെ, അതായത് ഇപ്പോൾ ഞാനിത് വായിച്ചറിഞ്ഞത് ഇങ്ങനെയാണ്: 10 മിനിറ്റിനുള്ളിൽ ഭൂഗർഭനില നിറയുന്നു, മുറിയിലെ പാർക്കിംഗ് മേഖലയും നിറഞ്ഞു, കാഴ്ച മുടക്കി. ഇതിനെ തുടർന്ന് ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. കസേരയും മേശയും വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. ചെളി വെള്ളം, താങ്കൾ പറഞ്ഞതുപോലെ കറുത്ത നിറത്തിലുള്ള വെള്ളം, അതുകൊണ്ട് അതിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതി. ഇതെല്ലാം തറനിരപ്പിനടിയിലെ മുറിയിൽ കുടുങ്ങിയവരെ കണ്ടെത്തുന്നതിന് തടസ്സമായി എന്നതാണ്. പമ്പ് ഉപയോഗിച്ച് വെള്ളം കളയാൻ നോക്കി, പക്ഷേ അത് തിരികെ ഭൂഗർഭനിലയിലേക്ക് ഒഴുകി എത്തുകയാണ്. അപ്പോൾ പിന്നീട് മഴ കുറഞ്ഞതിന് ശേഷം മാത്രമേ ശരിയായ രീതിയിൽ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് പോലും വ്യക്തമാക്കിയിട്ടുള്ളത്.